ഗസ രക്തവും പ്രതീക്ഷയും നിറഞ്ഞ മണ്ണ്. ഗസ രക്തവും പ്രതീക്ഷയും നിറഞ്ഞ മണ്ണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഗസ രക്തവും പ്രതീക്ഷയും നിറഞ്ഞ മണ്ണ്. എന്തുകൊണ്ടും ഈ കാലഘട്ടത്ത് നമുക്ക് ചർച്ച ചെയ്യാൻ അനുയോജ്യമായ വിഷയമാണിത്. ഗസ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സുകളിലേക്കെല്ലാം ഓടിയെത്തുന്നത് അവിടുത്തെ കുട്ടികളുടെ സങ്കടവും പട്ടിണിയുമാണ്. എന്നാൽ ഒരു കാലത്ത് ഗസ എന്ന് പറയുന്നത് കുട്ടികളുടെ ചിരിയും സന്തോഷവും മാതാപിതാക്കളുടെ രസങ്ങളും എല്ലാം അടങ്ങിയൊരു പ്രദേശമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഗസയെ നാം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് അവിടുത്തെ കുട്ടികൾക്ക് കളികളില്ല, ചിരിയില്ല, മാതാപിതാക്കൾക്ക് സന്തോഷങ്ങളില്ല. എന്തിനേറെ പറയുന്നു, അവിടേക്ക് താമസിക്കാൻ വീടുകളില്ല, യുദ്ധത്തിനിടയിൽ പരിക്ക് പറ്റിയവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി കൊണ്ടുപോയേക്കാൻ ആശുപത്രികളില്ല. നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട വീഡിയോ ആണല്ലോ. ഒരു വെള്ളിയാഴ്ച ദിവസം ഗസയിലെ ഖത്തീബ് അവിടെ നിന്ന് പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ഇല്ലയോ മുഅ്മിനീങ്ങളെ, വിശപ്പ് കാരണം എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ കഴിയുന്നില്ല, ദാഹം കാരണം നിങ്ങൾക്ക് എന്നിൽ നിന്നൊന്നും കേൾക്കാനും താല്പര്യമില്ല, അതുകൊണ്ട് നമുക്ക് നിസ്കാരത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുന്ന ഒരു രംഗം നാം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. ലക്ഷക്കണക്കിനെന്നല്ല കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളുടെ ചുറ്റും വളയം നിൽക്കുമ്പോൾ അവരൊന്ന് മൂത്രമൊഴിച്ചാൽ പോലും ഒഴുകിപ്പോകാവുന്ന ഒരു കൊച്ചു രാജ്യം നടത്തുന്ന ക്രൂരവേട്ടകൾക്ക് മുമ്പിൽ ഒരു ജനതയുടെ നിസ്സഹായതയുടെ കണ്ണുനീരുകൾക്ക് പോലും അവഗണന മാത്രമായി തീരുന്ന ഒരു ജനതയുടെ മുമ്പിൽ ചിരിക്കാൻ നമുക്ക് എന്ത് അവകാശമുണ്ടെന്നുള്ള ചോദ്യമാണ് ഇന്ന് നമുക്ക് ചോദിക്കാനുള്ളത്. മഴ വരുമ്പോൾ പേടി തോന്നുമ്പോൾ, ക്രൂരമാം വിധം ബോംബ് വർഷമുണ്ടായിട്ട് പോലും പേടിക്കാത്ത, മരണത്തെ മുന്നിൽ കാണുമ്പോൾ ചിരിച്ചു പോകുന്ന, ഷഹാദത്തിലൂടെ സ്വർഗം പൂക്കുമ്പോൾ എൻ്റെ പ്രിയതമേ എനിക്കും നിനക്കും അവിടെ വെച്ച് കാണാമെന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കയറി ചെന്നുപോയ ഗസ എന്ന് പറയുന്ന സ്വർഗപ്പൂന്തോപ്പുണ്ട്. രണോത്സുഖമാ കാലത്തിൻ്റെ ചോരപ്പൂക്കൾക്ക് എന്തൊരു മനോഹരമായ ജീവിതത്തിൻ്റെ ഗന്ധമുണ്ടെന്ന് പറയാൻ പറ്റുന്ന ഗസ. ആ ഗസയിലേക്ക് നോക്കിയിട്ട് വേണം പ്രിയമുള്ളവരെ നാം എന്തിനേയും കുറിച്ച് ആലോചിക്കാൻ. എല്ലാത്തിനെക്കുറിച്ചും അവകാശം പറയുന്ന മനുഷ്യർ ജീവിക്കുന്ന ഈ കാലത്ത് പട്ടിണിക്കിട്ട് മനുഷ്യനെ കൊല്ലുന്ന നെറികേടിൻ്റെ ചരിത്രം അത് ഗസയുടേതാണ്. ഇവിടെ പക്ഷികളെ കുറിച്ച് സംസാരിക്കാൻ ആളുകളുണ്ട്, കടലിനെ കുറിച്ച് സംസാരിക്കാൻ ആളുകളുണ്ട്, ആവാസ വ്യവസ്ഥയ്ക്ക് നേരെ പോരാടാൻ ഇവിടെ മനുഷ്യനുണ്ട്. ആരെങ്കിലും ഒരാൾ മരം മുറിച്ചാൽ അതിന് അവകാശം പറയാൻ ഇവിടെ മനുഷ്യനുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഗസയുടെ മാരിടത്തിൽ പൊലിഞ്ഞു വീഴുന്ന ഓരോ പിഞ്ചോമന മക്കളെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ആളുകളില്ലാത്തത്? ഗസയോടൊപ്പം നിൽക്കാൻ മുസ്ലിം ആകേണ്ടതില്ല, മനുഷ്യനായാൽ മതി. സയനിസ്റ്റ് പട്ടാളങ്ങൾ കൊന്നു തള്ളുന്ന മനുഷ്യ മൃതദേഹങ്ങളെ നോക്കി പൊട്ടിച്ചിരിക്കണമെങ്കിൽ അവൻ്റെ മനുഷ്യ മനോതലയ്ക്ക് എന്തോ തകരാറുണ്ട്. കൂടാതെ അവരുടെ കണ്ണുനീരിനൊപ്പം നിൽക്കുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യനെന്നെങ്കിലും പറയാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം. മിർസോൾ വിഭാഗത്തിൻ്റെ മലയാള പ്രസംഗം തുടരുന്നു. ലാസ്റ്റ് കോഡിലസ്റ്റർ വിഷയം നീതി തേടുന്ന ലോകം.